3 വർഷം കൊണ്ട് ഞാൻ എഴുതിയ എൻ്റെ തിരക്കഥയെ 3 മാസം കൊണ്ട്, അതായത് 100 ദിവസം കൊണ്ട് ഞാനൊരു നോവലാക്കി മാറ്റിയാണ്. ഇന്ന് എൻ്റെ എഴുത്തിൻ്റെ 35-ാമത്തെ ദിവസം, ഡേ 35. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് എനിക്ക് 11 പേജ് എഴുതാൻ കഴിഞ്ഞു. അങ്ങനെ ആകെ മൊത്തം 35 ദിവസം കൊണ്ട് 134 പേജ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഓണക്കാലമായതുകൊണ്ട് ഭിന്നശേഷിക്കാരുടെയും സൊമാറ്റോയിൽ വീൽചെയറിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജീവനക്കാരുടെയും 1-2 പ്രോഗ്രാമുകളിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് എല്ലാ ദിവസവും എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ ദിവസങ്ങളിലും ഞാൻ എൻ്റെ എഴുത്തിനെ പറ്റി ചിന്തിക്കാതിരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏകാധ്യായ നോവൽ എന്ന തീരുമാനത്തെ മാറ്റി 6 ഭാഗങ്ങളുള്ള ഒരു നോവലായിട്ടാണ് ഞാനിപ്പോൾ എഴുതാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ അധ്യായങ്ങൾ ക്രമീകരിക്കണമെന്ന ചിന്തയിലായിരുന്നു ഈ ദിവസങ്ങളിൽ അധികവും. ഒടുവിൽ ഏറെക്കുറെ അധ്യായങ്ങൾ എങ്ങനെ ക്രമീകരിക്കണമെന്നൊരു ധാരണ എനിക്ക് കിട്ടി. അപ്പോഴും കുറച്ച് അധ്യായങ്ങൾ ബാക്കി നിൽപ്പുണ്ട്. പക്ഷേ അവ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി ക്രമീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, എഴുത്തിൽ പോസ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുവരെ എഴുതിയത് അനലൈസ് ചെയ്യാനും ഇനി എഴുതാനുള്ളത് വിഷ്വലൈസ് ചെയ്യാനും ഒരു ദിവസം മാറ്റിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. റൈറ്റ്, പോസ്, അനലൈസ്, വിഷ്വലൈസ് ആൻഡ് ദെൻ റൈറ്റ് അഗെയിൻ. വരുന്ന 5 ദിവസം കൊണ്ട് എനിക്ക് ബാക്കിയുള്ള അധ്യായങ്ങൾ കൂടി കൃത്യമായി ക്രമീകരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങൾ സ്വതന്ത്രമായ ഒരു നോവൽ രൂപീകരിക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്കിതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചതായി എഴുതാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്റ്റാർട്ട് റൈറ്റിംഗ്, കീപ് റൈറ്റിംഗ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ഷാൻ പാൻ. ലവ്.